നമസ്കാരം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയുന്നൊരു കഥയാണ്. വാഗ്ദാനങ്ങളെക്കുറിച്ചുള്ള ഒരു കഥ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കഥയായിട്ട് മാത്രം കാണാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ കഥ തുടങ്ങുന്നത് 2021 ജൂലൈ മാസത്തിലാണ്. കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഒരു മുതലാളിയും പിന്നെ ഒരു തൊഴിലാളിയുമാണ്. ഇവർ തമ്മിലുള്ള വളരെ സിമ്പിളായൊരു കരാറിലാണ് ഈ കഥയുടെ തുടക്കം. കരാർ എന്താണെന്നല്ലേ? വളരെ ലളിതമാണ്. തൊഴിലാളിക്ക് ദിവസക്കൂലി 500 രൂപ. അതുമാത്രമല്ല, ഓരോ 6 മാസം കൂടുമ്പോഴും 50 രൂപ വെച്ച് ശമ്പളം കൂട്ടിത്തരാമെന്നൊരു ഉറപ്പും ഒരു വാഗ്ദാനവും ആ കരാറിന്റെ ഭാഗമായിരുന്നു. ഒന്ന് നോക്കിക്കേ ആ പ്ലാൻ എത്ര കൃത്യമായിരുന്നുവെന്ന്. ചുമ്മാ ഒരു വാക്ക് പറയുന്നതല്ല, ഇതൊരു പക്ക പ്ലാനായിരുന്നു. കണ്ടില്ലേ? 2021 ജൂലൈയിൽ 500 രൂപയിൽ തുടങ്ങും, പിന്നെ ഓരോ 6 മാസത്തിലും 50 രൂപ വെച്ച് കൂടിക്കൂടി അവസാനം 2025 ജനുവരി ആകുമ്പോഴേക്കും അത് 850 രൂപയിലെത്തണം. ഇതായിരുന്നു കണക്ക്. പക്ഷേ കഥയുടെ ഒരു ട്വിസ്റ്റ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അതായത് പ്രതീക്ഷിച്ചതും യഥാർത്ഥത്തിൽ സംഭവിച്ചതും തമ്മിലൊരു വലിയ വ്യത്യാസം വരാൻ തുടങ്ങി. അപ്പോൾ ആ തൊഴിലാളി പ്രതീക്ഷിച്ചതിതാണ്: നല്ലൊരു ശമ്പളത്തിലേക്ക് പതിയെ പതിയെ എത്തിച്ചേരാനുള്ള വ്യക്തമായൊരു വഴി, വർഷങ്ങളോളം മുന്നിൽ കണ്ടിട്ടുള്ള കൃത്യമായി പ്ലാൻ ചെയ്തൊരു കാര്യം. എന്നാൽ സത്യത്തിൽ എന്തുണ്ടായി? 2 വർഷം കഴിഞ്ഞു. എന്നിട്ടും കൂലി കൂടിയത് ഒരൊറ്റ തവണ മാത്രം. അതായത് 500 രൂപയിൽ നിന്ന് 550 രൂപയായി. എവിടെ കിടക്കുന്നു കൊടുത്ത വാക്ക്, അല്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് വെറും ഒരു കണക്കിന്റെ പ്രശ്നമല്ല. ആ വാഗ്ദാനം ലംഘിച്ചതിന് ശരിക്കുമുള്ള പ്രത്യാഘാതങ്ങളുണ്ടായി. ഈ പൈസ കിട്ടുമെന്ന് വിചാരിച്ച് ആ തൊഴിലാളി ദൈനംദിന കാര്യങ്ങൾ നടത്താൻ വേണ്ടി കടം വാങ്ങാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ വർഷം 2025 ഫെബ്രുവരിയായി. കഥ അതിന്റെ ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ്. നമ്മുടെ തൊഴിലാളി ഒടുവിൽ തനിക്ക് കിട്ടാനുള്ളത് ചോദിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ആ ദിവസം വന്നു. പുള്ളിക്ക് നാട്ടിലേക്ക് പോകണം. അപ്പം മുതലാളിയുടെ അടുത്ത് ചെന്ന് ശമ്പളത്തിന്റെ കാര്യം ചോദിച്ചു. കാരണം കണക്ക് പ്രകാരം അപ്പോഴേക്കും ശമ്പളം 850 രൂപ ആകേണ്ട സമയമായിരുന്നു. പക്ഷേ മുതലാളിയുടെ മറുപടി എന്തായിരുന്നെന്നറിയാമോ? പഴയ കാര്യങ്ങൾ ശരിയാക്കുന്നതിനു പകരം പുള്ളി പുതിയ ഇതിലും വലിയൊരു വാഗ്ദാനം അങ്ങ് കൊടുത്തു. ഇപ്പോഴത്തെ പ്രശ്നത്തിന് പരിഹാരമില്ല, പകരം ഭാവിയെക്കുറിച്ച് വീണ്ടും ഒരു വാഗ്ദാനം. ഇനി ഈ കഥയുടെ ഏറ്റവും രസകരമായ ഭാഗം വരാൻ പോകുകയാണ്. ഒരൊറ്റ വരി കൊണ്ട് കഥയുടെ മൊത്തം അർത്ഥം തന്നെ മാറിമറിയും. ഒരു ചെറിയ കണ്ണിറുക്കലോടെ കഥ അവസാനിക്കുകയാണ്. കണ്ടില്ലേ? ഇതിനെ DA പ്രഖ്യാപിച്ചതുമായി ഒരു ബന്ധവുമില്ല എന്ന ആ ഒരു വാചകം, ആ ഒരു തമാശയിലൂടെ ഈ ചെറിയ കഥ പെട്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വലിയ കാര്യങ്ങളുമായി കണക്റ്റ് ആവുകയാണ്. അതായത് ഈ സർക്കാർ പ്രഖ്യാപനങ്ങളും കിട്ടാൻ വൈകുന്ന പൈസയുമൊക്കെ ആയിട്ട്. അപ്പോൾ എന്താണ് ശരിക്കും ഈ കഥയുടെ പൊരുൾ? എന്തിനാണ് ഇത്ര സിമ്പിളായൊരു കഥ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്? നമുക്കതിൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കാം. നോക്കൂ, ഈ കഥയിലെ തൊഴിലാളി എന്ന് പറയുന്നത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരാണ്. അതായത് വലിയ സ്ഥാപനങ്ങളിൽ നിന്നോ സർക്കാരുകളിൽ നിന്നോ ഒക്കെ വാഗ്ദാനങ്ങൾ കിട്ടി കാത്തിരിക്കുന്ന ആരും. ഇനി മുതലാളിയോ? അത് വാഗ്ദാനങ്ങൾ തരുന്ന ആരുമാകാം. ചിലപ്പോഴൊരു സ്ഥാപനമാകാം, അല്ലെങ്കിൽ ഒരു സർക്കാർ തന്നെയാകാം. അതായത് ഈ കഥ വരച്ചു കാട്ടുന്നത് ഇതാണ്: വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു, പക്ഷെ അത് നടപ്പാക്കാൻ വൈകുന്നു. ഈയൊരു രീതി പലർക്കും സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ ഓർത്തെടുക്കാൻ പറ്റും. പ്രഖ്യാപനങ്ങളും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു വലിയ ഗ്യാപ്പ്. ഈ താമസം കാരണം സാധാരണക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. പിന്നെ ഇപ്പോഴത്തെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ വേണ്ടി ഭാവിയെക്കുറിച്ച് വലിയ വാഗ്ദാനങ്ങൾ നൽകുന്ന ഒരു രീതി. ഇതിനെയൊക്കെയാണ് ഈ കഥ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ചെറിയ കഥ നമ്മളോട് ചോദിക്കുന്നത് ഒരൊറ്റ ചോദ്യമാണ്, പക്ഷെ അതൊരു വലിയ ചോദ്യമാണ്. വാഗ്ദാനങ്ങൾക്ക് ശരിക്കും എന്ത് വിലയാണുള്ളത്? വിശ്വാസം, ഉത്തരവാദിത്വം, നമ്മൾ പറയുന്ന വാക്കുകൾ, ഇതിനൊക്കെ നമ്മുടെ സമൂഹത്തിൽ എന്ത് സ്ഥാനമാണ്?